എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഗണപൂജാരി. ഇപ്പൊ ഈ 10ാം ക്ലാസ് തുടക്കക്കാരായിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടി, ഒപ്പം +1കാർക്ക് വേണ്ടിയിട്ട്, +2കാർക്ക് വേണ്ടിയിട്ട് ഉള്ള കുറച്ച് ടിപ്പുകൾ പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. കാരണം ഇപ്പോഴേ നിങ്ങൾ ഫുൾ എ പ്ലസ് പറയും, നിങ്ങളുടെ വീട്ടുകാരെല്ലാം ടെൻഷൻ അടിക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത്, ഫുൾ എ പ്ലസിന്റെ പുറകെ നിങ്ങൾ ഒരിക്കലും പോകരുത്. ഫുൾ എ പ്ലസ് നിങ്ങളുടെ പുറകെ വരണമെങ്കിൽ നിങ്ങൾ ഇപ്പോഴേ പാലിക്കേണ്ട കുറെ നിയമങ്ങൾ, കുറെ ചിട്ടകളൊക്കെ ഉണ്ട്. അതിനു മുമ്പ് ഒരു കാര്യം പറയുന്നു, ആവശ്യമുള്ളവർക്ക് നിങ്ങൾക്ക് യൂട്യൂബിൽ, അതായത് സോഷ്യൽ മീഡിയയിലൂടെ ഇതിനെ ഫോളോ ചെയ്യാവുന്നതാണ്. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടുന്നത്, നിങ്ങളൊരു ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്യണം. നിങ്ങൾക്ക് എല്ലാവർക്കും സ്കൂളിൽ ഒരു ടൈം ടേബിൾ ഉണ്ട്. ഞാൻ അതല്ല പറഞ്ഞത്. ഇപ്പോൾ നമ്മുടെ ഒരു ഡേ നമുക്ക് എങ്ങനെ ആയിരിക്കണം എന്നൊരു ടൈം ടേബിൾ, അതിനകത്ത് നിങ്ങൾ ഉണരുന്ന സമയം മുതൽ ഉറങ്ങുന്ന സമയം വരെ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു ടൈം ടേബിൾ. അതിനായിട്ട് നിങ്ങൾ ആദ്യം ഒരു ഷീറ്റ് പേപ്പർ എടുക്കും. ഒരു ഷീറ്റ് പേപ്പർ എടുത്തിട്ട് ഇതിപ്പം ഞാൻ ഈ വരയ്ക്കുന്ന ഒരു ഷീറ്റ് പേപ്പറിന്റെ കളമായിട്ട് നിങ്ങൾ ഇതൊരു ഷീറ്റ് പേപ്പറാന്ന് വെച്ചാൽ അതിൽ നിങ്ങൾക്ക് മൺഡേ, അതിന് മുകളിലായിട്ട് അതായത് മൺഡേയിൽ തുടങ്ങണമെന്ന് പറയുന്നത് വർക്കിംഗ് ഡേയിൽ തുടങ്ങുന്നതാണ് എപ്പോഴും സ്റ്റഡിക്ക് പോസിറ്റീവ്. സാധാരണ നമ്മൾ സൺഡേ മൺഡേ എന്നാണ് പറയാറ്. ഞാൻ എന്തുകൊണ്ടാണ് നമ്മൾ അത് ഈ സൺഡേ ഒരു അവധി ദിനമായതുകൊണ്ട് നമുക്ക് സ്റ്റഡിക്ക് എപ്പോഴും പോസിറ്റീവ് എനർജി വേണമെങ്കിൽ നമ്മൾ വർക്കിംഗ് ഡേയിൽ തുടങ്ങുക എന്നുള്ളത് കൊണ്ട് മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഓരോ ദിവസം എഴുതിയിട്ട് 7 കോളങ്ങളായിട്ട് തരംതിരിക്കണം. കോളം തരംതിരിച്ചതിന് ശേഷം നിങ്ങൾ മൺഡേ ഒരു ദിവസം, ഇപ്പം അഖിൽ എന്ന പേരുള്ള ഒരു ആൺകുട്ടി, അല്ലെങ്കിൽ അതുല്യ എന്ന പേരിലുള്ള പെൺകുട്ടി, അപ്പൊ എന്റെ ഒരു ദിനം ഇന്നതായിരിക്കും. അതുപോലെ ഇപ്പൊ റേഖാൻ, അങ്ങനെ ഏത് പേരിലുള്ള കുട്ടിയായാലും എന്റെ ഒരു ദിനം ഇന്നതായിരിക്കണം. ഞാൻ ഇത്ര മണിക്കൂർ ഉറക്കം എഴുന്നേക്കും. നിങ്ങൾ ഉറക്കം എഴുന്നേക്കുന്ന സമയം, നിങ്ങൾ ഭക്ഷണം കഴിക്കുന്ന സമയം, ഇപ്പം നിങ്ങൾ സ്റ്റഡി ചെയ്യുന്ന സമയത്ത്, ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാൽ, രാവിലെ 7 മണിക്ക് ഈ ട്യൂട്ടോറിയലുകളിലൊക്കെ ഈ ട്യൂഷനുള്ള കുട്ടികളുണ്ട്. അവർ ഒരു കഴിവുണ്ടെങ്കിൽ 4 മണിക്ക് ഉറക്കം എഴുന്നേക്കാൻ ശ്രമിക്കുക. അത് പറ്റിയില്ലെങ്കിൽ തന്നെ 5 മണിക്കെങ്കിലും നിങ്ങൾ ഉറക്കം എഴുന്നേക്കുക. എന്നിട്ട് ഉറക്കം എഴുന്നേറ്റാൽ ഉടൻ തന്നെ പിന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ തുടർന്നുള്ള ഇതിലൊക്കെ പറഞ്ഞുകൊള്ളാം. പക്ഷെ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളൊരു ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്യണം. നിങ്ങളുടെ ഒരു ഡേ തീരുമാനിക്കണം. അതിൽ നിങ്ങൾ കുറച്ച് കളി ഉൾപ്പെടുത്തണം. അതായത് കളി എന്ന് പറഞ്ഞാൽ വീഡിയോ ഗെയിം അല്ല, അല്ലാതെ നമ്മുടെ എനർജിയുള്ള, അത് നമ്മൾ ഓടിച്ചാടി കളിക്കുന്ന എന്തെങ്കിലും ഒരു കളിയും കൂടി ഒരു ഡേയിൽ ഉൾപ്പെടുത്തണം. ഒപ്പം സ്റ്റഡിക്കുള്ള ടൈം ഉൾപ്പെടുത്തണം. സ്റ്റഡിക്ക് ടൈം ഉൾപ്പെടുത്തുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട 4 മണിക്കൂർ സ്റ്റഡിക്ക് നിങ്ങൾ ഉൾപ്പെടുത്തണം. അതിൽ തന്നെ റിവേഴ്സ് സ്റ്റഡി ഉണ്ട്. അതിൽ 1 മണിക്കൂർ റിവേഴ്സ് സ്റ്റഡിക്കുള്ളതായിരിക്കണം. അതൊക്കെ ഞാൻ തുടർന്ന് നിങ്ങളോട് പറഞ്ഞോളാം. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്, ഒരു ഷീറ്റ് പേപ്പർ എടുത്ത് 7 ദിവസം നിങ്ങളുടെ ഉണ്ടെങ്കിൽ അതിൽ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, വർക്കിംഗ് ഡേ അല്ലാത്ത സൺഡേ എന്തിനാണ് നമ്മൾ ഉൾപ്പെടുത്തുന്നത്, ആ സൺഡേക്ക് പോലും നമുക്കൊരു ടൈം ടേബിൾ, ഒരു ടേബിൾ ഉണ്ടായിരിക്കണം. അതിൽ ചിലപ്പോൾ ചില ഫംഗ്ഷൻ വരാം, ചിലപ്പോൾ ചില കല്യാണത്തിനൊക്കെ പോകേണ്ടി വരാം, ചിലപ്പോൾ ചില ബന്ധുവീടുകളിൽ പോകേണ്ടി വരുന്ന ആ ദിവസങ്ങളൊക്കെ ചെറിയ മാറ്റങ്ങൾ ചിലപ്പോൾ വന്നുകൂടായില്ല. അങ്ങനെ മാറിപ്പോയാലും നമ്മുടെ തൊട്ട് പിറ്റേന്ന് മുതൽ വീണ്ടും നമ്മുടെ ആ വർക്കിംഗ് ടൈമിൽ തന്നെ അത് എല്ലാം ചെയ്ത് ശീലിച്ചു കഴിഞ്ഞാൽ കൃത്യമായ സ്റ്റഡിയിലൂടെ നിങ്ങൾക്ക് നേടാൻ സാധിക്കും. അവിടെ നിങ്ങൾക്ക് എക്സാമിന്റെ തലേന്ന് പഠനം ഒഴിവാക്കിക്കൊണ്ട് മറ്റുള്ള കാര്യം, അതൊക്കെ ഞാൻ തുടർന്ന് അങ്ങോട്ട് പറഞ്ഞോളാം. ആദ്യം നിങ്ങൾ ഫുൾ എ പ്ലസ് ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഒരു ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്യുക. ആ ടൈം ടേബിൾ നിങ്ങളുടെ സ്റ്റഡി ടൈമും ഭക്ഷണ സമയം ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഒരു ദിവസം, എൻ്റെ ദിവസം ഇങ്ങനെ ആയിരിക്കണം, മൺഡേ ഇങ്ങനെയാണ്, ഞാൻ ട്യൂസ്ഡേ ഇങ്ങനെയാണ്, അങ്ങനെ ഓരോ ദിവസങ്ങളും ഇങ്ങനെയാണ് എന്ന് നിങ്ങൾ സ്വയം തീരുമാനമെടുത്തുകൊണ്ട് ഒരു സ്റ്റഡിക്ക് തുടങ്ങുക. അങ്ങനെയുള്ളവർക്ക് 10ാം ക്ലാസ്സിലെ ഫുൾ എ പ്ലസ് നിശ്ചയമായിട്ടും കിട്ടും. തുടർന്നുള്ള കാര്യങ്ങൾ തുടർന്ന് ചെറിയ ക്ലിപ്പുകളിലൂടെ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ഞാൻ പറഞ്ഞോളാം. ഞാൻ വീണ്ടും പറയുന്നു, സോഷ്യൽ മീഡിയയിലൂടെ വേണമെന്നവർക്ക് ഇത് ഫോളോ ചെയ്യാം. ഏതായാലും അടുത്തതിൽ കാണാം. ബൈ.